മാളൂനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ തന്നെ ഞങ്ങള് എവിടെയാടി കൊടകരയ്ക്ക പോവാണ്. അതായത് കൊടകര തോട്ടുണ്ട് അവിടെ കൊടകര റംബുട്ടാന്റെ തോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ഞങ്ങള് കണ്ട് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഞങ്ങളൊന്ന് അതൊന്ന് എത്തിക്കാന്ന് വെച്ചിട്ടാട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും വായോ കാണാം. ഇഷ്ടപ്പെട്ടല്ലേ? മാത്രല്ല എന്റെ കുട്ടിക്ക് ഭയങ്കര സങ്കടാവും. അതിന് മാത്രം ഡ്രസ് എടുത്ത് വേഗം വരും കേട്ടോ. ഞങ്ങള് പറ്റാണെങ്കിൽ കുറച്ച് റംബൂട്ടാൻ വാങ്ങിട്ട് കുറച്ച് റംബൂട്ടാനുണ്ട്. അതവിടെ ഉണ്ടാവണതല്ലേ? അപ്പൊ അത് കാരണം നല്ല ഇതുണ്ടാവും. അതിരിപ്പള്ളി പോണ വഴിക്ക് നിറച്ച് റംബൂട്ടാൻ ഉണ്ട്. ആ വഴിയിൽ എല്ലാ വീട്ടിലും ഉണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോകുമ്പോ ഞങ്ങള് നോക്കുമ്പോ എല്ലാ മരവും ഇതുപോലെ വലയിട്ടിട്ട് മൂടി വെച്ചേക്കണം. അപ്പൊ ഞാൻ ചോദിക്കിയത് എന്തെങ്ങനെയെന്ന്. അപ്പൊ അതൊക്കെ റംബൂട്ടാനാന്ന് പറയാം. റംബൂട്ടാന്റെ കൃഷിയാണ്. അതന്നെ ഇവര് ഓൺലൈനിലൊക്കെ കൊടുക്കുന്നുണ്ട് റംബൂട്ടാൻ. എന്റെ പ്രേതത്തിന്റെ ഇത് പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ പേടിയായി. ചേച്ചി വീട്ടിലെ മോന്റെ മോള് ബാത്റൂമിലേക്കൊക്കെ പോവാനായിട്ട് പേടിച്ചിട്ട് അങ്ങനെ പേടിയുണ്ടോ? കുഞ്ഞു പിള്ളേർക്ക് പേടിയാവണമെന്ന് മാത്രം. അല്ല, അന്നത്തെ കാലത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നല്ലോ. അതുപോലെ ചെറിയ പിള്ളേരല്ല. അതെന്താ എനിക്ക് പേടിയില്ലാത്ത? നിന്നെ ഇതുപോലെ അമ്മച്ചിക്ക് ഇനി നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് കമന്റിൽ. ഇനി ഇതുപോലെ ഒരു അനുഭവങ്ങളില്ല, കേട്ട കഥകളുണ്ട് കുറെ. അതൊക്കെ ആവാം പേടി. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ പേടിയില്ല. അങ്ങനെയൊന്നും ആരും ഇപ്പൊ പണ്ടത്തെ മാതിരിയുള്ള മുത്തശ്ശികളില്ല, അമ്മാമ്മമാരില്ല. അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കഥയും കേൾക്കില്ല. പണ്ട് ഞങ്ങളെന്നെ വിളിച്ചിരുത്തി കഥ പറയലാണ്. അമ്മാമ്മയുടെ മുഖത്ത് നോക്കി കുത്തിരിക്കും. അമ്മാമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള റിയൽ ആയിട്ടുള്ള കഥകള് അവർക്കുണ്ടായ അനുഭവങ്ങളാട്ടോ. അത് ഈ വീടുകളിലെ തന്നെ, ഈ വീട്ടിൽ തന്നെയല്ലേ? അതന്നെ വീടൊക്കെ തന്നെ. നല്ല നല്ല കമന്റുകളൊക്കെ വന്നു. അതിന്റെ ഇടയിൽ പൊട്ട കമന്റ് ഉണ്ടായിരുന്നു. മാള് ഇടയിലിരുന്നിട്ട് കൊറേ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മാളിനോട് ഞാന് അമ്മച്ചിക്ക് ചില സമയത്ത് ഒന്നും പറയാൻ ചോദിക്കാൻ പറയും. നീ ചോദിക്കുക. അപ്പൊ അമ്മച്ചി അതിനുള്ളത് പറയും. അമ്മച്ചിക്ക് അങ്ങനെ ചില സമയത്ത് ഒരു സ്റ്റക്ക് ആവും. പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. അപ്പൊ മാള് ഓരോന്ന് ചോദിക്കുക. അപ്പൊ അതിനുള്ള അങ്ങനെ ഒരാള് ചോദിക്കുമ്പോ നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അല്ല, പ്രേതത്തിന്റെ കഥ പറയുമ്പോഴേ അവർക്ക് ആ ഒരു ഫ്ലോ പോകും. പ്രേതത്തിന്റെ ഇനിയും അമ്മാമ്മ പറഞ്ഞ കഥയില് ഒരു ചാണം പറക്കാൻ പോയി അന്ന് കാലത്ത് അമ്പലപ്പറമ്പില്. അത് നമുക്ക് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ പ്രേതമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നാള് വല്യമ്മച്ചി പറഞ്ഞത് കേട്ടില്ലേ? പനേരമുള്ള തീകോളം. അതന്നെ. അത് കൃഷിയുടെ പറഞ്ഞതാട്ടാ. കൃഷിയാണ് അയാൾക്ക് ജോലി. പക്ഷെ അയാള് പകല് ചെയ്യില്ല. എന്താന്ന് വെച്ചാ വെയില് കാരണം. അപ്പൊ 6 മണി തൊട്ടാ കൃഷി തുടങ്ങാം. കൃഷി കളക്കലും എല്ലാ കാര്യങ്ങളും 12 മണി കഴിഞ്ഞിട്ട് ആള് പറമ്പിൽ നിന്ന് കയറുള്ളൂ. അപ്പൊ 12 മണിയാവുമ്പോ നല്ല തണുപ്പും ഇതൊക്കെയല്ലേ. അപ്പൊ അന്ന് ഭാര്യ ഉണ്ടായില്ല. അന്ന് കൂടെ ഇയാള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പറമ്പിന്റെ അറ്റത്ത് 2 പനയുണ്ട്. പറമ്പിന്റെ ഇങ്ങേ അറ്റവും അങ്ങേ അറ്റവും 2 വലിയ പനകളുണ്ട്. അപ്പൊ ഈ ഇയാളുടെ പണിയൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ തേച്ച് കഴുകിയിട്ട് ഇയാള് പനേര മുകളിൽ ആകെ നിശബ്ദതയല്ലേ. പനേര മുകളിലേക്ക് നോക്കുമ്പോഴേ പനേര മുകളിൽ നിന്ന് ഒരു തീരെ ഗോളം. അത് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നേരെ പോയി അപ്പുറത്തെ പനേമയ്ക്ക് പോയി എന്നാ പറയണേ. തീകോളം മാത്രമല്ലോ. അത് ആ പനേര അവിടേക്ക് എത്തിയപ്പോ പിന്നെ ഒന്നും കാണാനില്ലെന്ന്. എന്നിട്ട് ഇത് എന്ത് ചെയ്തു? ഇയാള് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നിട്ട് ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യക്ക് വിശ്വാസമില്ലാണ്ട് ഭാര്യ പറഞ്ഞാ നീ നാളെ വായ എന്റെ കൂടെ, നിനക്ക് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അയാള് എന്നിട്ട് പിറ്റേ ദിവസം ഭാര്യയും കൂടെ വന്ന് ഭാര്യ ഇതുപോലെ തന്നെ 12 മണി കഴിഞ്ഞപ്പോൾ ഇവര് വീട്ടിലേക്ക് പോകാൻ എല്ലാ സാധനങ്ങളും ഒതുക്കി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇന്നലെ കണ്ട അതേ തീകോളം തന്നെ ഈ പനയമെന്ന് അപ്പുറത്തേക്ക് പോണ കണ്ടു. അപ്പോൾ ഭാര്യയ്ക്ക് കാട്ടി കൊടുത്തു. അപ്പോൾ ഭാര്യ പറയാ, ഇതിപ്പോൾ ഞാൻ ഇന്നലെ കേട്ടപ്പോൾ വെറുതെ പറയണ്ടെന്ന് വിചാരിച്ചു, ഇതിപ്പോൾ എന്തുട്ടാത്. അപ്പം അയാൾ പറഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും പോയിട്ട് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഭാര്യ പറഞ്ഞു വേണ്ട പോവൊന്നും വേണ്ട, നമുക്ക് വേഗം വീട്ടിൽ പോവാന്ന് പറഞ്ഞു. കേക്ക അത്രേ ഉള്ളൂ, അതില് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നമ്മള് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് കിടക്കണില്ലേ. പണ്ട് എന്ന് പറഞ്ഞാൽ കിടക്കുമ്പോ തെറ്റത്ത് കിടക്കാൻ പേടിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പേടി കിട്ടിയത് ഞങ്ങൾ ആലോചിക്കായിരുന്നു. അമ്മച്ചിക്ക് പണ്ട് ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 5 മക്കളല്ലേ, ചേട്ടൻ അപ്പാപ്പൻ്റെ റൂമിൽ കിടക്കും. ഞങ്ങൾ 4 പെൺകുട്ടികളും നടയിലകത്ത് കിടക്കും. അവിടെ ഒരു കട്ടിലുമ്മ അമ്മാമ്മ കിടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ചുമരരികത്ത് നിന്ന് ഇങ്ങനെ കിടന്ന് വരുമ്പോൾ തെറ്റത്ത് കിടക്കണ ആൾക്ക് പേടിയാ. എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ചേച്ചീനെ ഉന്തി തെറ്റത്തേക്ക് ആക്കും. അങ്ങനെയാ. പിന്നെ ഓരോരുത്തരെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ്, ഇപ്പൊ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് തെറ്റത്ത് കിടക്കാൻ പേടിയായി തുടങ്ങി. അങ്ങനെ ഇപ്പോഴും ഞാൻ ഒരാളില്ലാണ്ട് കിടക്കില്ല. എനിക്ക് ഭയങ്കര പേടിയാ തന്നെ കിടക്കാൻ. ഇത്ര നാളും പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ഇപ്പം അപ്പച്ചനും മരിച്ചു. അപ്പം എൻ്റെ കുഞ്ഞാമിയാണ് കുഞ്ഞാറ്റിയാണ് ഇപ്പം എൻ്റെ കൂടെ കിടക്കണേ. അങ്ങനെ ഒരു ചെറിയ കുട്ടി ഉണ്ടായാലും മതിയിട്ടാ കൂടെ ഒരു ധൈര്യ. ഇപ്പം ഇവിടെ ആയാലും എനിക്ക് നല്ല ധൈര്യ. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് ലൈറ്റ് ഇട്ട് വെക്കും. ഞാൻ കിടക്കണ റൂമിലത്തെ ലൈറ്റ് ഫുള്ളായിട്ടും കത്തിക്കും ഞാൻ. ഇങ്ങനെ ഒരു പേടിയുള്ള ആളാണ്. 63 വയസ്സായി, എന്നിട്ടും പേടി മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ മുന്നിലെത്തി. ഇവിടുന്ന് കുറച്ചും കൂടി പോയാ മാളുവിന്റെ സ്കൂളായി. മാളു പകയ്ക്കും ഞങ്ങളെ കാണുമ്പോ. അങ്ങനെ നമ്മൾ മാളുവിന്റെ സ്കൂളിൽ സ്കൂളെത്തി. മാള് വരുമ്പോ ഇവിടെ ഇരിക്കൂലേ. എന്നാല് ഏറ്റവും കൂടുതല് കുഞ്ഞാരിയുടെ പല്ല് പോയിട്ടാ കാണിച്ചു കൊടുത്തേ. എത്ര കണ്ടായി ഇവള് ഓരോ ദിവസം ഓരോ പല്ല് അവള് പറിച്ചിട്ട് അന്ന് വരുമ്പോ അവളുടെ പപ്പ ഐസ്ക്രീം അത് വിചാരിച്ചിട്ട് ഇതൊക്കെ പറിച്ചു കൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐസ്ക്രീം എന്നിട്ട് വിളിച്ചു പറയാവള്, എന്റെ ഒരു പല്ല് പറഞ്ഞിട്ടാ ഇന്ന് എനിക്ക് ഐസ്ക്രീം ഇന്നലെ മേടിച്ചു കഴിച്ചേ. നമ്മുടെ മാള് വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ആൾക്കാരുടെ കൂടെ നടന്നു വരുന്നുണ്ട്. ഇപ്പം എൻ്റെ കാറ് ഇവിടെ ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിർത്താറ്. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരുന്നു വരുന്നു കായ്സ് വരുന്നു കായ്സ് വരൂ അതെ, ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് കേട്ടോ കുട്ടികളെ. യൂണിഫോം വേഷം കൊണ്ടുപോകുന്നു. സാരില്ല, നല്ല ഡ്രസ്സില് ഞാൻ മാത്രം യൂണിഫോം. എനിക്ക് ഡ്രസ് എടുത്തേക്കാണ് വണ്ടിയിലുള്ളിൽ മാറായിരുന്നു അല്ലേ. പറഞ്ഞോ. ഇവരിങ്ങോട്ടാ പോകുന്ന എനിക്കറിയില്ല. റംബൂട്ടാൻ പൊട്ടിക്കാൻ അപ്പൊ നമ്മള് മരത്താക്കര സിഗ്നലിന്റെ അവിടെ എത്തിയിട്ടോ. അതെ. അപ്പൊ നമ്മള് സിഗ്നൽ കഴിഞ്ഞു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനി ഇങ്ങനെ പോയി എവിടെ എത്തും ടിൻറ്റു? കൊടകരയല്ല, ആമ്പല്ലൂര്. ടോള് കൊടുക്കണ്ടേ വരും. പിന്നെ മറ്റേ അവനോട് ചോദിച്ചിട്ട് ടോള് കൊടുക്കാട്ടുള്ള വഴി ഏതാണെന്ന് ചോദിക്കാം.
ഈ കുറച്ച് പോണേന് ടോൾ എന്തിനടി? ഇത്തിരി വഴിയെ പോണുള്ളൂ. അപ്പം ഞങ്ങൾ സ്ഥലമെത്തി. കണ്ട അങ്ങനെ അവിടുത്തെ ചേച്ചി നമ്മളെ അവരുടെ പറമ്പിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് ശരിക്കും റംബുട്ടാൻ്റെ ഒരു ലോകം തന്നെയാണ് ഗായ്സ്. ഒരു 100 മരത്തിനെക്കാട്ടും കൂടുതൽ മരങ്ങളുണ്ട് അവിടെ റംബുട്ടാൻ. അത് നിറച്ചും ഇങ്ങനെ പഴുത്ത് കാച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി, കാരണം നമ്മളുടെ അവിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ റെഡ് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള റംബുട്ടാനാണ്, നല്ല വലിപ്പമുണ്ട്. 1-2 എണ്ണം കയ്യിൽ പിടിച്ചാൽ തന്നെ നമ്മുടെ കൈ ഫില്ലായി നിറഞ്ഞു. അത്രയും വലിയ റംബുട്ടാനാണ്. അപ്പം നമുക്ക് അതിന് ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അത്യാവശ്യത്തിനൊക്കെ ഉള്ളതൊക്കെ പറിച്ച് കഴിക്കാട്ടോ. മാള് കഴിച്ചിട്ട് മാള് നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. നല്ല മധുരമുണ്ട്, നല്ല സൂപ്പർ സാധനമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഉദ്ദേശത്തിനാണ് വന്നത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ച് കഴിച്ച് അവസാനം നമ്മൾ 2 കിലോ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. 1 കിലോന് 250 രൂപയാണ് റേറ്റ് വന്നത്. റേറ്റിന് വർത്താണ്, കാരണം എന്ന് വെച്ചാൽ അത്രയും ബെസ്റ്റ് ക്വാളിറ്റി റംബുട്ടാനായിരുന്നു. ഇവിടെ 2 ഏക്കറിൽ മുഴുവനും ഈ മരങ്ങളാണ് കേട്ടോ, റംബുട്ടാൻ. കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ചോപ്പ് കളറില്, നല്ല മധുരമുണ്ട്. കഴിച്ചു നോക്കിയാ? ഇല്ല അമ്മച്ചി, പക്ഷെ വലിപ്പുണ്ട് കണ്ടാ. വലിപ്പമുണ്ട്. ഓക്കെ, നോർമൽ റംബുട്ടാനെക്കാട്ടി നല്ല വലിപ്പുണ്ട് കേട്ടാ. ഓക്കെ, ഒരു 2 എണ്ണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ട നല്ല വലിപ്പം. നമ്മൾ അവിടെ കാണുന്ന അതുപോലെയല്ല, നല്ല വലിപ്പം, നല്ല മധുരമുണ്ട് കേട്ടാ. 1 കിലോന് എത്ര? 250. പിന്നെ ആവശ്യമുള്ളവർക്ക് 1 കിലോന് 250 രൂപയായിട്ട് ഇവിടെ വന്നാൽ അവർ തരും. ശരിക്ക് സൂപ്പർ. അയ്യോ എന്താ ഭംഗി കാണാനായിട്ട്. ഒക്കെ ഇങ്ങനെ വലയിട്ടിട്ട് മൂടിയിട്ടേക്കാം, നിറച്ചുണ്ട് റംബുട്ടാൻ. ഇഷ്ടപ്പെട്ടോ? നല്ല മധുരണ്ട്, സൂപ്പർ, നല്ല മധുരം. അമ്മിക്ക് വേണ്ടേ? കൊറോണ പഴം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ തോട്ടമൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. നിറച്ച് റംബുട്ടാൻ്റെ തോട്ടം കണ്ടോ. ഇത് ഫുള്ള് റംബുട്ടാനാ. ഇതിൽ ഫുള്ള് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ പച്ചയുള്ളിൽ റെഡ് കളർ. അതെ, ഈ പച്ചപ്പിലി റെഡ് കാണാൻ നല്ല രസമുണ്ടല്ലേ. സ്ഥലം മുഴുവനും റംബുട്ടാൻ. എന്താ ഭംഗി കാണാനായിട്ട്. നിറച്ച് ചോപ്പ് കളർ. ഇതൊക്കെ കിളികളൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ. തത്തകളാണ് ഇതിന്റെ കൊണ്ടുപോണത്. വവ്വാല്. സോ വവ്വാലും ഇതൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വലയിട്ടേക്കണം. കടകളിൽ എപ്പോഴും ഇതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒറിജിനൽ. നമ്മളിവിടെ വന്ന് വാങ്ങുമ്പോൾ ഈ 250 വാങ്ങുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ടാണ് കിട്ടുന്നത്. അതാണ് ഈ റേറ്റിന് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾക്ക് കിട്ടുന്നത്. നല്ല നിന്ന് പഴുത്തിട്ടുള്ള ഐറ്റംസ് കണ്ടാ. ഒരു ലോകം മുഴുവനും റംബുട്ടാനാണ്. പറയാ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് ഒന്നൊക്കെ ചെറുത്, ചിലത് പച്ച, അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയത്. ഇനി എന്നിട്ട് പഴുത്തത് കാണിച്ചു. നല്ല പഴുത്ത ഫസ്റ്റത്തെ മരത്തിലുണ്ടാവും. നോക്കിയോട്ടാ. വെയില് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഘടകം. വയരും വരത്തില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാലിയിടണ്ടേ. വാലിയിടാൻ ഹൈറ്റിൽ പോയാൽ ഭയങ്കര വെട്ടി നിർത്തും. നമ്മളിങ്ങനെ പൊട്ടിക്കാണ്ട് അന്ന് നല്ല വലിപ്പുണ്ട് കണ്ടോ. പൊട്ടിച്ചപ്പോ ഇതൊക്കെ ചെറുതായിരുന്നു. ഇപ്പൊ നിന്ന് വലിപ്പം വെച്ച് ഫ്രണ്ട്സായി ഗൈസ്. അതെ, കുട്ടി 2 പേരെ കയ്യിൽ ഓരോ കുട്ടികളുണ്ട്. ഇതിന് അമ്മയുടെ വലിയ കുട്ടിയാണ്. ഇത് കണ്ടില്ലേ, 17 വയസ്സുള്ള കുട്ടികളുടെ അമ്മയാണ്. ഒരേ വൈബിളുള്ളവരെ കണ്ടുപിടിച്ച്. ഇതിന്റെ അമ്മ എന്റെ അമ്മയാണ്. ഇത് തന്നെ അമ്മ. ഇതിന്റെ 2
മക്കള്. ചേട്ടൻ പേരെന്തായിരുന്നു? വത്സൻ വത്സൻ വത്സൻ. മറ്റേ മകനാണ് അഖില്. ആ അഖില് മകൻ. ആ ചേട്ടനായിരുന്നു മറ്റേ വീഡിയോയില്. മോള് പേരെന്താ? സിയാർ എക്സോട്ടിക് ഫോം. ഞങ്ങളിതേ ഇതൊക്കെ വാങ്ങിച്ച് നല്ല പഴുത്ത് മൂത്ത് നല്ല ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സൂപ്പർ സൂപ്പർ സാധനം കേട്ടാ. അപ്പൊ നിങ്ങളും വന്ന് ഇവിടെ വന്നിട്ട് വാങ്ങി. ഇവർക്ക് വിശേഷം പറഞ്ഞ തീരുന്നില്ലല്ലോ. നമുക്ക് തൈകള് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ കണ്ട ഹോം ഗ്രൗണ്ടിന്റെ തൈകള്. എത്ര റേറ്റ് വരുന്ന? 750, 1000. കാച്ച തൈന്റെ അപ്പുറത്ത് ഇതിന്റെ പ്രായത്തിൽ തന്നെയാണ്. ഇത് തോട്ടം നനയ്ക്കുന്ന കുളം. കണ്ട. ആഹാ, ഇതിപ്പോ ഒരു കൊല്ലായിരുന്നു. ഒരു കൊല്ലല്ല, ഒരു 1.5 കൊല്ലായിട്ടുണ്ടാവും. ഒന്നാമത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേ ഒരേ അടി കണക്കിനാണ് അവര് കാശ്. കൊള്ളായ തൈക്കളേട്ടാ. ഇതിൽ നിന്ന് മാറ്റിയിട്ടും കൂടി ഇല്ല. അത് കാരണം തന്നെ ഇത് പുളിപ്പ് വെള്ളം ഒഴുക്കി ഞങ്ങള്. എന്നിട്ട് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണകം ഇതൊക്കെ ഇട്ട് കലക്കി 41 ദിവസം വെച്ച് അത് പുളിക്കും. പുളിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഞങ്ങൾ കലക്കി അതിനെ അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് ഡൈലൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ കടക്ക ഒഴിക്കും. പണിയുണ്ട്. ഇതിന്റെ റേറ്റ് ആണ് പറഞ്ഞത്? ഇതിന് 1250 കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഇതിലുണ്ടായി നിൽക്കുന്നത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതും നല്ല വലിപ്പമുള്ള തന്നെ. ഹോം ഗ്രൗണ്ട് നിൽക്കുന്നത്. അതാണ് ഇത്രയ്ക്കും വലിപ്പം വരുന്നത്. മാംഗോസ്റ്റീന്റെ തൈകളുണ്ട് കേട്ടോ. ഇതാണ് അമ്പഴങ്ങ. കണ്ട അമ്പഴങ്ങ. പേരക്ക. അതെ പേര. പേരക്ക. അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിക്കാണ്. നല്ല എല്ലാ ഭാഗവും ഞങ്ങൾ കണ്ടു. ഇനി ഞങ്ങള് ഇവിടെ നിന്ന് തിരിക്കാൻ പോവാ. ഇരുട്ടായി ഒടുങ്ങി. അപ്പൊ വന്നത് ഇത്തിരിയും കൂടി നേരത്തെ വരികയാണെങ്കിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങായിരുന്നു. നെക്സ്റ്റ് ടൈം വരാം. അപ്പൊ നമ്മള് ഇവിടെ വരുന്നതായിരിക്കും. വീഡിയോ എടുക്കാൻ നമുക്ക് നോക്കി പൊട്ടിക്കാട്ടോ. അവര് പൊട്ടിച്ചോ. വണ്ടി എടുക്കട്ടെ കേട്ടോ. ഗൈസ് ഞങ്ങൾ നടത്തുന്ന സിഗ്നലിൽ എത്തി. ഗൈസ് എന്തുണ്ടായെന്നൊന്നും അറിയില്ല കേട്ടോ. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വണ്ടി ഇങ്ങനെ വന്ന് കുറുക നിക്കണുണ്ട്. കാറ് എന്താ സംഭവം അറിയില്ല. വണ്ടിയുടെ സൈഡിൽ പിടിച്ച് കുഴപ്പമില്ല കുഴപ്പമില്ല. വലിയ വണ്ടിയാണ്. നാഷണൽ പെർമിറ്റ് വലിയ വണ്ടിയാ. കാറുകളുടെ വണ്ടിയത്. അല്ലടാ മറ്റേത് ഓവറായിട്ട് അപ്പുറത്തേക്ക് കുറുക്ക് കിടക്കല്ല. ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല. വെറുതെ അങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ അല്ലെ വണ്ടിയുടെ സൈഡിൽ. ദൈവം വലിയ തട്ടിയിട്ടില്ല. അനുഗ്രഹിച്ച് വലിയ ഇതുകളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് ആളെ ഇറങ്ങിയപ്പോ ഞാൻ മനസ്സിലാക്കിയില്ല. രണ്ടാൾക്കാർക്കും ആൾക്കാർ ഓടി വന്നിട്ടോ. അതിന്റെ ഉള്ളിലെ ആൾക്കാർക്ക് ഇഷ്ടം. ഞങ്ങള് നടത്ര ഹൈവേ കയറി ഞങ്ങള് ഇപ്പൊ വീടെത്താറാവും കേട്ടോ. ഇങ്ങോട്ടേക്ക് പിടിക്കും ക്യാമറ. അങ്ങനെയില്ല. അങ്ങനെയാണ് വീടെത്താറായി. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും